ഹലോ ആ പറഞ്ഞോ. അതെ, ഞാൻ എനിക്ക് തോന്നിയിട്ട് വിട്ടാണ്. ഞാൻ നിന്നോട് ചോദിച്ചല്ലേ, നിന്നെ അവിടെ ഒറ്റയ്ക്ക് എനിക്ക് നല്ല സിംഗിളായിരുന്നപ്പോ പഠിച്ചോടെ തന്നെയാണ് എന്റെ ഉമ്മയുടെ വ്യാപാര സത്യം. അതിനാണെങ്കിൽ അവൻ പിടിച്ചോട്ടെ. എനിക്ക് പോരാൻ ഒറ്റ ഇഷ്ടമില്ലായില്ല. നമ്മ അതിൽ അത്ര ഫേമസിലായി വന്നപ്പോ ഇങ്ങോട് ഞാൻ ഇവരോട് പറഞ്ഞറിയോ, ലേശ്വറിൽ പോയി വൈകിട്ട് ഞാൻ പോകും എന്നാണ് പറഞ്ഞത്. എന്റെ ഉമ്മാനോടും എന്റെ ആങ്ങളോടും ചോദിച്ചപ്പോ അങ്ങനെ പോകും. അങ്ങനെയല്ലോ നീ പറഞ്ഞത് എന്താ, വീട്ടിലെത്തിയിട്ട് 2 ദിവസം നിക്കണം എന്നല്ലേ പറഞ്ഞേ. ഞാനത് എന്റെ നാവുകൊണ്ട് പറയണെങ്കിൽ നിങ്ങള് എന്നെ കൊണ്ടുപോകുന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ടായിരുന്നു. നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും എന്താ പറഞ്ഞു, നീയല്ല പറഞ്ഞു അവിടെ വീട്ടിൽ പോയ 2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അപ്പഴേ കൊണ്ടില്ലേ, തിരിച്ചു കൊണ്ടില്ലേ. വയറല് വരുമ്പോ എങ്ങനെ കുഞ്ഞിനെ ഒഴിവാക്കുക. ഇതുപോലെ എത്ര പെണ്ണുങ്ങൾക്ക് സൈക്കിളായിട്ട് വരാം. വയറിൽ വരും, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. നീ പറഞ്ഞത് ഇപ്പൊ നിങ്ങളായിട്ട് നല്ല ടീംസ് എനിക്കിപ്പോ ഉണ്ടല്ലോ സമാധാനം, പേടി. അല്ലല്ല, ഞാൻ ഒന്ന് പറയണ മനസ്സിലാക്കും. നീ പറഞ്ഞ നീ തന്നെയല്ല നമ്മുടെ ലൈഫ്. മറ്റുള്ളവർക്ക് എല്ലാരും സെൽഫിഷാണ്. പെണ്ണുങ്ങൾ സെൽഫിഷ്, വാപ്പാവും ഒക്കെ സെൽഫിഷ്. വാപ്പാക്ക് വാപ്പാടെ കാര്യം നടന്നിരിക്കും, അപ്പൊ മുഖം മാറും. അപ്പൊ ഞാൻ എണീക്കാൻ വൈകിപ്പോഴല്ലോ ആള് എന്നോട് ഭയങ്കര ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. നീ നോണ പറഞ്ഞു കൂട്ടല്ലേ. അറിയുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കൂ, നീയല്ല അവിടെ നിക്കണെന്ന് പറഞ്ഞത്. നീ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞോ? അത് പറഞ്ഞിട്ട് ഞാൻ പറയട്ടെ, പറയുന്നത് കേക്ക്. അല്ലല്ല, നീ തന്നെ വർത്താനം പറഞ്ഞോ, ഞാനൊന്നും പറയാം. നീ തന്നെ പറഞ്ഞോ. അതാ എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതി. അല്ലെങ്കിൽ നീ തന്നെ പറഞ്ഞോണ്ടിരുന്നു. എനിക്ക് പറയാൻ ഒരു അവസരം തരണം. എനിക്കും പറയാൻ അവസരം തരണം. നിനക്ക് വീട്ടിൽ നിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നീ പിന്നെ അല്ലെങ്കിൽ നിന്റെ ഇത്ര വലിയ കുറെ തുണികൾ എടുത്ത് പോകുന്നത്. ഞാൻ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ എല്ലാ തുണികളും എടുത്ത് പോയില്ലേ, എല്ലാ ബാണ്ട് കെട്ടിലെത്തിട്ട്. നീ ആ പറയണേക്ക് നീ കൃത്യമായ ആൻസർ പറ. എന്താ പറയാ, ഈ ന്യായം കണ്ടുപിടിക്കില്ലേ. എന്തുകൊണ്ടാണ് നീ വൈകുന്നേരം തിരിച്ചു വരേണ്ടത് ഐഡിയ ഉണ്ടെങ്കിൽ നീ എന്തുകൊണ്ട് എല്ലാ തുണികളും കൊണ്ടുപോയി? അത് പറ. എന്തുകൊണ്ട് ആ ആന്റിബയോട്ടിക് എന്നോട് പറഞ്ഞു, 2ാമത് വെള്ളം നിറച്ചു തരാൻ പറഞ്ഞു. തിരിച്ചു വരുന്ന കുട്ടിയാണെങ്കിൽ എന്തുകൊണ്ട് ആന്റിബയോട്ടിക്കിലെല്ലാം വെള്ളം നിറച്ച് ശരിയാക്കി തരാൻ പറഞ്ഞു? ആന്റിബയോട്ടിക് 2-3 ദിവസം കഴിഞ്ഞിട്ടല്ലേ ആവശ്യമുള്ളൂ 2ാമത്തെ കുപ്പി. എന്തുകൊണ്ട് ചെയ്തു? ഇതിനൊക്കെയുള്ള ആൻസർ കണ്ടുപിടിച്ച് വയ്ക്കേ. അങ്ങോട്ട് സംസാരിക്കും. കൗൺസിലിങ്ങിന് വരുമ്പോൾ കൃത്യമായിട്ട് സംസാരിക്കണം നമുക്ക്. ഇതൊക്കെ ഞാൻ അവിടെ ചോദിക്കാൻ പോണ ചോദ്യങ്ങളാണ്, മനസ്സിലായോ? അപ്പോഴേക്കും അതിനുള്ള ആൻസറുകൾ കണ്ടുപിടിക്കും.